ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മച്ചന്മാരെ. നിങ്ങളെല്ലാവരും ആ വീഡിയോ ഞാൻ ഊട്ടിക്ക് പോകണം പറഞ്ഞിട്ടിട്ടൊരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ മച്ചന്മാരെ? കുറേ മച്ചന്മാരൊക്കെ എൻ്റെ അടുത്ത് GPay നമ്പർ ചോദിച്ചു മച്ചന്മാരെ. ഞാൻ എല്ലാവർക്കും എൻ്റെ ഹായ് നമസ്കാരം. ഏറെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ കാണുകയുണ്ടായി. റീൽസിലൂടെ ജനങ്ങളുടെ പ്രത്യേകിച്ച് ഞരമ്പന്മാരുടെ മനം കവർന്ന ഒരു പ്രമുഖ താര റീൽസ് താരത്തിനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഞരമ്പന്മാർക്കാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ തീരെ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ എന്തായാലും റീൽസിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. ഓഫറാണ് മച്ചന്മാരെ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. അതായത് എൻ്റെ കൂടെ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ സിനിമ കാണാനോ എന്തിനെങ്കിലും ആവട്ടെ, എന്താ താല്പര്യം അത് എഴുതിയിട്ടാൽ മതി. ഏറ്റവും കുറഞ്ഞ ഓഫറേ ഉള്ളൂ. അതേപോലെ 2000 3000 ഒന്നുമില്ല, 100 200 മതി. ഷോപ്പിംഗ് നടത്താൻ എൻ്റെ കൂടെ വരികയാണെങ്കിൽ 10-200 രൂപ മതി, ഇത്രയൊക്കെ മതി ഒരു ചായക്കുള്ള പൈസ. സിനിമയ്ക്കാണെങ്കിൽ 250. ഓക്കെ, ഡ്രസ്സ് എടുക്കാൻ പോകാനാണെങ്കിൽ 250, അത്രയും മതി. നമ്മൾ പാവങ്ങളല്ലേ, അത്രയൊക്കെ മതി. താല്പര്യമുള്ളവർ കമൻ്റ് അടിക്കുക, കമൻ്റ് എഴുതിയിടുക മച്ചന്മാരെ. ഓരോരോ ആഗ്രഹങ്ങളല്ലേ. ഇപ്പോൾ ഓരോരുത്തർ ഡൽഹിയിൽ കറങ്ങാൻ പോകുമ്പോൾ 2000, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ 2500, അതൊക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ കറങ്ങാൻ കൊണ്ടുപോകുന്നത്. എനിക്ക് അത്ര ഒന്നുമില്ല. മഴക്കാലത്തിൻ്റെ ഓഫറാണ്, പ്രത്യേക മഴക്കാല ഓഫർ കേട്ടോ. താല്പര്യമുള്ളവർ മച്ചന്മാരെ എല്ലാവരും കമൻ്റ് ഇട്ട് പൊളിക്കുക കേട്ടോ. അപവാദമൊന്നും പറയരുത്. ഇത് മഴക്കാലത്തിന്റെ ഒരു ഭാഗത്ത് ഭർത്താക്കന്മാർക്ക് ഭാര്യമാര് സംശയം, മറുഭാഗത്ത് ഭർത്താക്കന്മാർ തന്നെ ഇതിനു വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാർ. സത്യം പറഞ്ഞാൽ അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും ത്രാണയില്ല. ഇടയ്ക്ക് വെച്ച് എന്തോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓപ്പറേഷനൊക്കെ എന്തോ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വീഡിയോസിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അയാളെ പിടിച്ചിട്ട് പോലും ഇങ്ങനെ തുള്ളൽ കാണിക്കുന്ന ഈ സ്ത്രീയൊക്കെ എന്ത് പറയാനാണ്. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ 150 രൂപ വെച്ചിട്ടാണ് കാണിച്ചേക്കുന്നത്. ഏകദേശം 40,000 രൂപ മാസ വരുമാനം കിട്ടുന്നുണ്ട്. എന്നിട്ടും പൈസ തികയുന്നില്ല അവർക്ക്. അവര് നാട്ടുകാരോട് തെണ്ടയാണ്. നിങ്ങൾ 200 രൂപ തന്നാൽ ഞാൻ നിങ്ങളോട് ചായ കുടിക്കാൻ വരാം, ഇല്ലെങ്കിൽ 250 രൂപ തന്നാൽ ഡ്രസ്സ് എടുക്കാൻ വരാം, പിന്നെ 250 രൂപ തന്നാൽ സിനിമയ്ക്ക് വരാം. അങ്ങനെ ഫുൾ ടൈം നിങ്ങളെ കൂടെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ ഭർത്താക്കന്മാരെ കൂട്ടു നിൽക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഒരു പാവം തോന്നുന്നുണ്ട്. പിന്നെ അയാളെ കണ്ടിട്ട് ഒട്ടും വയ്യാത്ത പോലെയാണ് തോന്നുന്നത്, ഒട്ടും സുഖമില്ലാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യനെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് കിടക്കുന്ന സ്ഥലത്ത് പോലും സമാധാനത്തോടെ കിടക്കാൻ സമ്മതിക്കാത്ത ഒരു സ്ത്രീയാണ് ഈ ഒരു സ്ത്രീ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറച്ച് നാൾക്ക് മുന്നേ നമ്മുടെ കേരളത്തിലെ തമന്നയും ഇതുപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ചായ കുടിക്കാൻ വരുന്നതിന് എൻ്റെ മാനേജറോട് റേറ്റ് പറഞ്ഞാൽ മതി, മാനേജറാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഈ നനയാതെ മീൻ പിടിക്കാം, അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോ എന്തൊക്കെയാ ഈ ഒരു ലോകത്ത് കാണുന്ന ഒരു ആടിന് എത്ര കിലോ പൊട്ടേണ് മനം പൊട്ടേണ് ചുള്ള മരത്തി കായ പോലെ പൊട്ടണ് പൊട്ട് മനം പൊട്ടേണ് ചുള്ള മരത്തി കായ പോലെ. എന്തടി നാത്തു കണ്ടിട്ട് മിണ്ടാത്ത് കാലക്കടങ്ങാനും സംഭവിച്ചോ. ഞങ്ങൾക്ക് അടിച്ച് തിന്നെ. എവിടെ ആയാലും വേണ്ടില്ല അവന് കടിക്കണം. നല്ല സ്ഥലം അവൻ കടിച്ചു വരിക്കണം. എന്താ ചെയ്യ, ഈ ചക്ക ഇങ്ങനെയായ എന്നിട്ട് ഇടിക്കുകയും ചെയ്യും. മണിമാല പാവനക്ക് മണിമാല ഏഴുമല പൂഞ്ചോല അമ്മാവനക്ക് മണിമാല പൊന്മാല പൊന്മാല കൊഞ്ചടി 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 ആട്ടുമുട്ടെ. ഹായ് ഗൈസ്, പാവനക്ക് മണി പൊട്ടണ് പൊട്ടണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വയ്യ. അയാളെ പിടിച്ചിട്ട് ഇതുപോലെ കോമാളി വേഷം കെട്ടിച്ച് ഡാൻസ് ആടിപ്പിക്കുകയാണ്. ഈ സ്ത്രീ കാണിച്ചു കൂട്ടുന്നെന്നും അയാൾക്ക് അറിയത്തില്ല. അയാൾ എന്തോ കാണിക്കുന്നു. പക്ഷെ ഈ പുറത്തുനിന്ന് ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തുള്ള ആൾക്കാർ നോക്കുന്നുണ്ട്. വേറൊന്നുമില്ല, അയ്യോ അയൽക്കാർ കാണുന്നുണ്ടോ, നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവർക്കൊരു ബോധമുണ്ട്. പക്ഷെ
നാട്ടുകാർ മൊത്തം കാണുന്നതിന് അവർക്ക് പ്രശ്നമില്ല. അയൽക്കാർ ആരെങ്കിലും എത്തി നോക്കുന്നുണ്ടോ നോക്കുന്നതാണ് അവർക്ക് പ്രശ്നം. കാരണം ക്യാമറയിൽ കാണിച്ച് 10, 100, 1000, 10,000 ആൾക്കാർ കാണുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അയൽക്കാർ വന്നൊന്ന് എത്തി നോക്കിയാലോ, അയൽക്കാരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലോ അവർക്ക് പ്രശ്നമാവും. അതാണ് ഇപ്പോഴത്തെ കാലം. എന്താ അല്ലേ? എന്തായാലും ഇവർക്ക് 2 മക്കളുണ്ടെന്നാണ് പറയുന്നത്. ഇവരൊക്കെ പുറത്തൊക്കെ എന്താണ് പഠിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭർത്താവിനെ കൂടെ കൊണ്ടു നിർത്തിയിട്ട് ഇവർ കാണിക്കുന്ന ഇത് ഇത്തിരി 50, ഇവർക്ക് എന്തായാലും 19 വയസ്സാകും. അപ്പൊ ആ ഒരു വയസ്സ് പ്രായമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കും. കാരണം അയ്യോ, അവരൊക്കെ ഒരു അമ്മയുടെ ഒരു സ്ഥാനമാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ എന്താണ് പറയുന്നത്? ഇപ്പൊ സാധാരണ കുഞ്ഞു പിള്ളേരുടെ സ്ഥാനത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ അവരുടെ കാലത്ത് ഫോണൊന്നും ഇല്ലാതിരുന്നു. അതിന്റെ ഒരു വിഷമം ഉണ്ടായിരിക്കും. കാരണം അവർക്ക് കാണിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പൊ കാണിക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത ചില ആൾക്കാരുടെ ഉള്ളിലേക്ക് വരും. എല്ലാ ആൾക്കാർക്കും അല്ല കേട്ടോ, ചില ആൾക്കാരുടെ ഉള്ളിലേക്ക്. നല്ല രീതിയിൽ റീൽസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, അത് നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രീതിയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ റീൽസ് എടുക്കുന്നത്. പക്ഷെ ഇത് എന്ത് തരം കോമാളിത്തരാണെന്നാണ് മനസ്സിലാവാത്തത്. ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും കേരളത്തിലെ നരമ്പന്മാര് ഇവരെ പറ്റിച്ചിട്ടുണ്ട്. കാരണം ഇവർക്ക് ഊട്ടിയിൽ എന്തോ പോകാൻ വേണ്ടിയിട്ട് കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾ ഗൂഗിൾ പേ നമ്പറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നീട് വന്നത് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മച്ചന്മാരെ. നിങ്ങളെല്ലാവരും ആ വീഡിയോ, ഞാൻ ഊട്ടിക്ക് പോകണം പറഞ്ഞിട്ടിട്ടൊരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ മച്ചന്മാരെ? കുറേ മച്ചന്മാരൊക്കെ എൻ്റെ അടുത്ത് ജി പേ നമ്പർ ചോദിച്ചു മച്ചന്മാരെ. ഞാൻ എല്ലാവർക്കും എൻ്റെ ജി പേ നമ്പർ ഇട്ട് കൊടുത്തു മച്ചന്മാരെ. എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ അത് വിശ്വസിക്കുക ചെയ്ത്, കണ്ണും അടച്ച് വിശ്വസിച്ചു സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ ശരിക്കും ആഗ്രഹിച്ചു പോയി. എന്താ പറഞ്ഞാൽ ഈ മച്ചന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തരും, എന്നിട്ട് ഞാൻ ആ പൈസയും കൊണ്ട് ഞാൻ ഊട്ടി കാണുന്നൊക്കെ പ്രതീക്ഷിച്ചു പോയി. ഒരു മച്ചന്മാരും ഒരു ഉറുപ്പ്യ പോലും എൻ്റെ ഗൂഗിൾ പേക്ക് ഇട്ട് തന്നില്ല. എല്ലാ മച്ചന്മാരും എൻ്റെ അടുത്ത് പറഞ്ഞു ഗൂഗിൾ പേ അക്കൗണ്ട് അയക്കിയെന്ന്. ഇത്രയ്ക്കും ഒന്നും തരാത്ത മച്ചാന്മാരാണ് എൻ്റെ വീഡിയോ കണ്ടെന്ന് ഞാനും അറിഞ്ഞില്ല. എനിക്ക് സങ്കടം വരുന്നുണ്ട്, കണ്ണുകൂടെ വെള്ളം വരികയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ എൻ്റെ ഊട്ടി ആഗ്രഹം, പോവാനുള്ള ആഗ്രഹം ഞാൻ പിൻവലിക്കുകയാണ്. കാരണം ഒരു ചില്ലിക്കാശ് എൻ്റെ കയ്യിലില്ല, എന്നാരും കൊണ്ടുപോകാനും ഇല്ല. അപ്പം ഞാൻ പിൻവലിക്കുകയാണ് ആ ആഗ്രഹം. എല്ലാവരും കാശ് തരാ നീ പൊക്കോ പറയല്ലാണ്ട് ആരും ഒന്നും ഒരു ഉറുപ്പ്യ പോലും ഇത്ര ദിവസം അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ടില്ല. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ അക്കൗണ്ട് നമ്പർ അയക്കി, എന്നാ ഗൂഗിൾ പേ നമ്പർ അയക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിക്ക് പറ്റില്ല, അത് ഞാൻ അയച്ചു കൊടുത്തു. അതിക്ക് പറ്റില്ല, അയച്ചു കൊടുത്തു. അതിക്ക് ഒരു ഉറുപ്പ്യ പോലും വന്നിട്ടില്ല മച്ചന്മാരെ. നിങ്ങൾ പറയണ വാക്കുകൾ സത്യമുള്ളത് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഒരു നരമ്പന്മാരെല്ലാരും കൂടി അങ്ങ് പുറന്തള്ളിയിരിക്കുകയാണ്. കാരണം ഒരു നയ പൈസ കൊടുത്തിട്ടില്ല. ഒരു 50 രൂപ പോലും ചായ കുടിക്കാൻ പോലും കൊടുത്തിട്ടില്ല. കാരണം എല്ലാവരും സബ്സ്ക്രിപ്ഷനിൽ കൊടുക്കുകയല്ലേ, ഇനി എന്തിനാ ഇങ്ങനെ തെണ്ടുന്നത് എന്ന് പറഞ്ഞിട്ട് അവരാരും മൈൻഡ് വെച്ചില്ല. എല്ലാവരും ഗൂഗിൾ പേ നമ്പർ ചോദിച്ചു, കൊടുത്തു. ഒരു നയ പൈസ കൊടുത്തിട്ടില്ല. പാവം തോന്നുന്നുണ്ട് കേട്ടോ. ഇത്രയും ഗതികെട്ട് പോയല്ലോ എന്ന് ആലോചിക്കുകയാണ്. എന്തായാലും പ്രവാസികൾ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, ഗൾഫിൽ കിടന്ന്. വീട്ടിൽ പോലും കൊടുക്കാൻ പൈസ ഇല്ല. ഇതുപോലെയുള്ള കുറെ സ്ത്രീകൾ കാരണം ഈ സ്ത്രീകളുടെയൊക്കെ അക്കൗണ്ടിലേക്കാണ് പണം അത്ര എത്തുന്നത്. ഭാര്യമാർക്കൊക്കെ കൊടുക്കാൻ കാണുമെന്ന് ദൈവത്തിനറിയാം. കാര്യം ഇതുപോലെയുള്ള അവതാരങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കുറെ കോപ്രായത്തിനും കാണിച്ചാൽ പൈസ എത്രയും അങ്ങോട്ടല്ലേ പോകുന്നത്. മറ്റുള്ളവർ കഷ്ടപ്പെടുന്ന പൈസയാണല്ലോ അതെല്ലാം. നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് സബ്സ്ക്രിപ്ഷൻ വഴി. പക്ഷെ ഇത് അങ്ങനെയും അല്ലല്ലോ. ഇതിങ്ങനെ കുറെ തുള്ളലും ആട്ടവും കാണിച്ചിട്ട്, സത്യം പറഞ്ഞാൽ ഈ ആട്ടത്തിനൊക്കെ എന്ത് പേര് പറയും? ഒരു മോശം തന്നെ. കാരണം വെച്ചാൽ മക്കൾ കാണുമ്പോഴത്തേക്ക് ഇത് നാണക്കേടാണ്. അവരുടെ ഒരു ഭാവി, അവരുടെ ഒരു ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക്, മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് അവരുടെ മക്കൾ എങ്ങനെ ആയിരിക്കും, അവർക്ക് നാണക്കേട് ഉണ്ടായിരിക്കുമോ, ഇതെല്ലാം എല്ലായിടും എത്തുമല്ലോ. ഒരു വീഡിയോ വൈറലാകുമ്പോഴത്തേക്ക് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും എത്തും. അപ്പം വീട്ടുകാര്, നാട്ടുകാര്, മക്കള്, ഫ്രണ്ട്സ്, അങ്ങനെ പല പല ആൾക്കാർ കാണും. അപ്പൊ ഇവർക്കൊന്നും ഇത് തോന്നുന്നില്ല. ആ ഒരു പാവപ്പെട്ട മനുഷ്യനെ പോലും വെറുതെ വിടുന്നില്ല. ആ മനുഷ്യനെ വിട്ട് തുള്ളിപ്പിക്കുകയാണ്. അങ്ങനെയല്ല, ഇങ്ങനെ അടി കൂടെ ഇങ്ങനെ പിടിക്കും. എത്ര കിലോ ഉണ്ട്?
അയാൾ വയ്യാണ്ട് കിടന്ന സമയത്തും അയാൾക്ക് സമാധാനമില്ല, ഇപ്പോഴും സമാധാനമില്ല. എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടാൻ ദൈവത്തിന് പോലും അറിയത്തില്ല. അത്രമേല് അധപതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കേരളം എന്ന് പറയുന്നത്. അത്രമേൽ അധപതിക്കുകയാണ് ഇതുപോലുള്ള കുറെ റീൽസ് താരങ്ങളെ കൊണ്ടിട്ട്. അത്രയും പ്രമുഖനായിട്ട് വന്നിരിക്കുന്ന കുറെ റീൽസ് താരങ്ങളാണ് ഇപ്പൊ പൊതുവെ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് ഇതൊക്കെ കാണാൻ ഇടയായിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ കാണുമ്പോഴാണ് ഇത് കൂടുതലും കൂടുതൽ ആൾക്കാർ നമ്മുടെ ഈ ഫോണിലേക്ക് തന്നെ കയറി വരുന്നത്. പക്ഷെ ഞാൻ 2 ദിവസം മുന്നേ ഇത് ശ്രദ്ധിച്ചു, ഒരു ആടിനെ പോലും വെറുതെ വിടാത്ത ഇവരെയൊക്കെ എന്ത് പേര് വിളിക്കണം, എന്തൊക്കെയാ പറഞ്ഞു കൂട്ടും ദൈവത്തിനറിയാം. എന്താ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.